പത്നിയുമായി രാജാവിന് കൊണ്ടുപോകുന്ന സമയത്ത് തലയിൽ നിന്ന് കാക്കകൾ കൊത്തിപ്പറിക്കുന്നത് ഞാൻ കണ്ടു. വേറൊരാൾ രാജാവിന് ഞാൻ വീഞ്ഞു നൽകുന്നത്, ജ്യൂസ് നൽകുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. മൂന്നാൾ മൂന്ന് സ്വപ്നം പറഞ്ഞപ്പോൾ സ്വപ്നം എന്തെന്നുള്ളതല്ല പ്രശ്നം. യൂസുഫിനെ കൊടുത്ത മറുപടി നിങ്ങളുടെ അടുക്കൽ ഒരു ഭക്ഷണം കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ വിശദീകരണവും ഞാൻ പറഞ്ഞു തരാം. എന്തേ അങ്ങനെ പറയാണ്ടായ കാരണം? അവർ കണ്ട സ്വപ്നമായിരുന്നില്ല പറഞ്ഞത്. ഉണ്ടാക്കി പറയുന്ന സ്വപ്നത്തിനും എന്തുണ്ട്? തഅബീറുണ്ട്. അയാൾക്ക് അങ്ങനെ ഉണ്ടാക്കി പറയാൻ തോന്നിയില്ലേ? അതിനൊരു കാരണമുണ്ട്. അതാണ് ഇതിൻ്റെ തഅബീർ. അതാണ് അതിൻ്റെ തഅബീർ. അപ്പം കണ്ട സ്വപ്നത്തിന് മാത്രമല്ല തഅബീറുള്ളത്, കാണാതെ പറയുന്ന സ്വപ്നത്തിനും തഅബീറുണ്ട്. അതുകൊണ്ട് ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾക്ക് മാത്രമല്ല തഅബീർ, ഉണർച്ചയിൽ നമ്മളെ കുട്ടികളെക്കുറിച്ച് നമ്മൾ വിചാരിക്കുന്ന സ്വപ്നങ്ങൾക്കും തഅബീറുണ്ട്. അങ്ങനത്തെ സ്വപ്നം പോലും നമുക്ക് ഖൈറിനെ ഉദ്ദേശിക്കാത്ത ഒരാളോട് പറയാൻ പാടില്ലെന്നാണ്